ഉണ്ടാക്കാൻ പോവുകയാണ്. ചപ്പാത്തി വെച്ചാണ് നമ്മൾ എഗ്ഗ് ഷവർമ ഉണ്ടാക്കുന്നത്. നമ്മൾ ചപ്പാത്തി ഇപ്പോൾ പരത്തുകയാണ്. ചപ്പാത്തി നമുക്കിനി പരത്താം. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഉള്ളി, തക്കാളി, പച്ചമുളക് ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യം. ഇത് നമ്മൾ ചോപ്പറിലിട്ട് പൊളിച്ചെടുക്കും. അപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും മുളകും ചോപ്പറിലിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മുളകും തക്കാളിയും ഉള്ളിയും നമ്മളിപ്പോൾ ചിക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞങ്ങളിപ്പോൾ 4 മുട്ടയാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മളിത് ഒന്നുകൂടി ചിക്കി എടുക്കുകയാണ് മുട്ടയിട്ട്. ഇത് നാടൻ മുട്ടയൊന്നുമല്ല, ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ പാസിനാമ്മയുടെ കടയിലെ മുട്ടയാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പെരിഞ്ജീരകപ്പൊടിയും ഇറച്ചി മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് ഞങ്ങൾ പാസിരാമയുടെ കടയിൽ നിന്ന് വാങ്ങിയ മസാലക്കൂട്ടാണ്, ഞങ്ങളായിട്ട് പൊടിച്ചതാണ്. ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മങ്ങി വന്നിട്ടുണ്ട്. ഒരു അലങ്കാരത്തിനായി നമ്മൾ ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യണം. ഇനിയാണ് നമ്മുടെ മാസ്റ്റർ പീസിലേക്ക് കടക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കോമ്പിനേഷനായിട്ട് ഒരു കറി വെക്കാൻ പോവുകയാണ്. ഇതാണ് പരിപ്പ്. നമ്മൾ കഴുകിയ പരിപ്പും 2 മുളകും ഒരു തക്കാളിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെക്കാം. നമ്മൾ ചൂടായ പാനിലോട്ട് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടാകുമ്പോൾ തിരിച്ചിട്ട ശേഷം വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ച നമ്മുടെ മെയിൻ സാധനം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഷവർമ റെഡിയായി. നല്ല രസം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എല്ലാവർക്കും ബൈ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്താൻ മറക്കരുതേ. ടാറ്റാ.